രുചികരമായ വിഭവങ്ങൾ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇന്ന് നമുക്കൊരു എളുപ്പത്തിൽ ഒരു ചിക്കൻ പിസ്സ തയ്യാറാക്കാം. പിസ്സ തയ്യാറാക്കാനുള്ള ചിക്കൻ ഒന്ന് പുരട്ടി വയ്ക്കാം. എല്ലില്ലാത്ത ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചതച്ച മുളക്, ഒറിയാനോ, കുരുമുളക്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് ഇനി ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചിട്ട് വറുത്തെടുക്കാം. പുരട്ടി വെച്ച ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ സൺഫ്ലവർ ഓയിലിൽ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി പിസ്സയ്ക്ക് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പാല് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുക. ഉപ്പ്, മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ബാറ്റർ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയുടെ സോസ് തയ്യാറാക്കാം. ടൊമാറ്റോ സോസ്, ചതച്ച മുളക്, ഒറിയാനോ, പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി പിസ്സ തയ്യാറാക്കാം. ചൂടായ പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. കുറച്ച് സവാളയും കൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മേളിൽ നമുക്ക് പിസ്സ സോസ് വെച്ചു കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. മുളക് ചതച്ചത്, വീണ്ടും നമുക്ക് ഇനി പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും പിസ്സ ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറു തീയിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. രുചികരമായ ചിക്കൻ പിസ്സ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.